നമ്മുടെ കേരളത്തിൽ കേന്ദ്രമന്ത്രിയായ ഒരു വായുണ്ട്. ആളാവാൻ വരരുത്. ഇത് വായല്ല, പിച്ചള ഗോപി. വേണമെങ്കിൽ മരവായ എന്ന് വിളിക്കാം, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം മരവായ നിൽക്കുന്നത് പോലെയാണ് ചില സമയത്ത് പാർലമെന്റിലൊക്കെ പോയിട്ട് നിൽക്കുന്നതൊക്കെ കാണാറ്. ഇടക്കിടക്ക് കൈയൊക്കെ മലർത്തി കാണിക്കും. ഞങ്ങൾക്കൊരു ഉളുപ്പില്ല. പിച്ചള ഗോപി തൃശ്ശൂരിലുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ടാണ് വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് മന്ത്രിയായത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ മന്ത്രിയായ ഒരു വായയില്ല നമ്മുടെ നാട്ടിൽ. ജോർജ് കുര്യൻ. ഇയാൾ എങ്ങനെയാണ് മന്ത്രിയായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. BJP വീണ്ടും 3ാം പ്രാവശ്യവും ഭരണത്തിൽ കയറിയപ്പോൾ ക്രിസ്ത്യാനികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു വായയെ പിടിച്ച് കേന്ദ്ര സഹമന്ത്രിയാക്കി. അതാണ് ഈ ജോർജ് കുര്യൻ. ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് പാസാക്കിയിരുന്നു. കേരളത്തിന് ഒരു അണ്ടിയില്ല. അപ്പോ കേരളത്തിന് കേന്ദ്രം ഒന്നും കൊടുക്കാത്തതിനെ ന്യായീകരിക്കാനാണ് ഈ വായായിട്ടുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര വായ. അങ്ങനെ തന്നെ വിളിക്കും ഞാൻ. കാരണം പോരൊന്നല്ല, ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളും വിളിക്കും കേന്ദ്ര വായ എന്ന് തന്നെ. കാരണം ഇയാൾ പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ന്യൂസ് കാണാനുണ്ട്. കണ്ട് മറുപടി കൊടുക്കാം. അല്ലാതെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലേ ചെയ്യാം. വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഈ BJPയുടെ നേതാക്കളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ വിവാദമായി പോവാണ്. അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നേതാക്കളൊക്കെ പറയുന്നത് വിവാദത്തിലോട്ടാണ് കൂടുതലായിട്ട് പോകുന്നത്. അതിന്റെ കാരണം എന്താ? കാരണം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ ആദ്യം സഹായം ലഭിക്കുമെന്നാണ് പരാമർശം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ, അങ്ങനെയല്ല പറഞ്ഞത്. കേരളം പിന്നോക്കമാകാൻ വേണ്ടിയിട്ട് ഇവിടെ സംഖ്യക്കുട്ടന്മാരല്ല ഭരിക്കുന്നത്. ഇവിടെ CPM-മാരും അതേപോലെ തന്നെ UDF-കാരല്ല ഭരിക്കുന്നത്. എന്താ പറയുന്നത് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ട വാക്കാണ് ഇത്. ഇയാൾ ജനിച്ചു വളർന്ന സംസ്ഥാനമാണിത്. ആ സംസ്ഥാനം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. അല്ലാതെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ ഒരിക്കലും ജനിച്ചു വളർന്ന സംസ്ഥാനത്തെ കുറ്റം പറയൂല. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ, സാമൂഹ്യ, അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ പിന്നാക്കമാണ് കേരളം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും ജോർജ് കുര്യൻ. അപ്പൊ ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മരവായ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. നമുക്കിനി ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ട് ഇയാൾ പറയുന്ന ഓരോ വാക്കിനും മറുപടി കൊടുക്കാനുണ്ട്. കാരണം ജനിച്ചു വളർന്ന സംസ്ഥാനം മോശപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്. കനത്തിലുള്ള മറുപടി പ്രതീക്ഷിക്കേണ്ട. കാരണം ഇയാൾ കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷേ നമ്മുടെ നാട് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര ബഡ്ജറ്റ് തരുമെന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. അതെന്ത് വർത്താനം നിങ്ങളാ പറഞ്ഞത്? പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൊടുക്കുന്നതെന്ന്. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നുണ്ട്, ഇവിടെ നിന്നും ടാക്സ് പിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ? നിങ്ങൾ BJP-കാരെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊള വർത്താനം പറയരുത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കാൻ ചാണകം തിന്ന് ഗോമൂത്രം കുടിക്കുന്ന ആളുകളല്ലല്ലോ കേരളം ഭരിക്കുന്നത്. കേരളത്തിന്റെ അന്തസ്സിന് ചേർന്ന പാർട്ടികളെ തന്നെയാണ് കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ പറയാണ് പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കാൻ. അതിന് അങ്ങനെ ആവും, കേരളം അങ്ങനെ ആവും. BJP-കാർ കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിൽ കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ഇവര് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. കാരണം ഇവര് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മതത്തിലാണ്, വികസനത്തിലും വിദ്യാഭ്യാസത്തിലും ഒന്നല്ല ഈ BJP-കാര് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം പോക്ക. അപ്പൊ കിട്ടും, ഞങ്ങൾക്ക് റോഡില്ല. അപ്പോൾ കേരളം കേന്ദ്രത്തിനോട് പറയേണ്ടത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് റോഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം നല്ല റോഡ് തരുമെന്നാണ് പറയുന്നത്. കുര്യൻ ജി, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളെ ടാക്സ് പിരിച്ചിട്ടാണ് കേന്ദ്രത്തിലോട്ട് ബഡ്ജറ്റ് എത്തുന്നത്. ആ ബഡ്ജറ്റിൽ നിന്ന് ഞങ്ങൾക്ക് 1% കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് BJP-യാ നിങ്ങൾ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പം കേരളം കേന്ദ്രത്തിനോട് പറയേണ്ടത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയണം പോലും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ആ കേരളം കേന്ദ്രത്തിനോട് പറയണം. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഭവം പകുതിയിൽ കൂടുതൽ ആളുകൾക്കും ഇല്ലാതെ നിൽക്കുന്നിടത്ത് നിന്ന് ജയിച്ചു വന്ന ആളുകളോട് പറയണോ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസത്തിനുള്ള ബഡ്ജറ്റ് ഞങ്ങൾക്ക് തരണമെന്ന് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളോട് പറയണോ? അതിലും വരുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ ബഡ്ജറ്റ് വേണ്ട എന്ന് തന്നെ വെക്കുന്നതാ. അപമാനക്കേടാണ് കേട്ടാ. സത്യം പറയാലോ, ഓരോ മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ കുര്യൻ എന്ന് പറയുന്ന ഊൾ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ, എടാ, ഒരു സംസ്ഥാനം എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് കേന്ദ്രം എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് വികസനം കൂടുതലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളോട് കേന്ദ്രം എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മളെയൊക്കെ അവഗണിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെയുള്ള BJP-യുടെ ഓരോ കേന്ദ്രമന്ത്രി വായായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയും കേരളം പ്രഖ്യാപിക്കണം, എന്നാൽ കേന്ദ്രം തരുന്നു. ഞങ്ങൾ എത്ര പ്രാവശ്യം പ്രഖ്യാപിച്ചു? ഞങ്ങൾക്ക് എന്താണ് തന്നത്? ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ഈ തീട്ടം തിന്നുന്ന ബംഗാളികൾക്ക് കൊണ്ടേ കൊടുക്കാണ് ഞങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ച ടാക്സ്. അതെ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് രണ്ടും നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത സംഭവമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പുറകോട്ടല്ല, അതേപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും ഞങ്ങൾ വലിയ കുഴപ്പത്തിലൊന്നല്ല. എന്നാലും ഞങ്ങൾക്ക് തരാനുള്ളത് മറ്റുള്ള ബംഗാളികളെ കൊണ്ട് തിന്നിക്കുന്നത് കാണുമ്പോൾ
വല്ലാത്തൊരു പുച്ഛം തോന്നാണ് നിങ്ങളെ BJP-ക്കാരോട്. അതെ, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും മോശമില്ല, നല്ല രീതിയിൽ തന്നെയാണല്ലോ ഉള്ളത്. പക്ഷെ അതാണ് മര്യാദ? മര്യാദ അതല്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് കേരളത്തിന് പാസ്സാക്കി കൊടുക്കണം. അതല്ല ഈ തീട്ടസംഖ്യകൾ ചെയ്യുന്നത്, അതല്ല ഇവർ ചെയ്യുന്നത്. ഇവരെ ലക്ഷ്യം തന്നെ ഞമ്മക്കൊന്നും തരാതെ നിന്നിട്ട് ചാണകവും ഗോമൂത്രവും കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ടാണ് നമ്മുടെ പൈസ തിന്നിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ BJP-ക്കാരെ, സംഘികളെ, നിങ്ങൾ എന്നിട്ടും കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ഊളകള് കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ തീട്ടങ്ങൾ തന്നെ കേട്ടോ നിങ്ങളൊക്കെ. അവരിൽ ചാണകമുണ്ട്. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. അങ്ങനെ പറയരുത് കുര്യൻജി. കാരണം കമ്മീഷനെ ആരാണ് വെക്കുന്നത്? ആരാണ് കമ്മീഷനെ വെക്കുന്നത്? ഗവൺമെന്റ് ആണ് കമ്മീഷനെ വെക്കുന്നത്. അപ്പോ അവരുടെ ആൾക്കാരെ അവര് കമ്മീഷന് വെക്കൂ. അതൊന്ന് ചിന്തിച്ച് നോക്ക്. എന്തെങ്കിലും പറയുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് മലയാളികളോടാണ്. അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ ചിന്തിച്ചിട്ട് മറുപടി പറയും. ഇത് ഒരുപക്ഷെ നിങ്ങൾ ബംഗാളികളുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അവര് കമ്മീഷനാണ്, ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞു തന്നെ. ഇത് നിങ്ങളുടെ ഗവൺമെന്റ് തന്നെയാണ് കമ്മീഷനെ വെക്കുന്നത്. അതൊന്ന് ചിന്തിക്കുക ജി. മനസ്സിലായോ? നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിച്ചു. ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം. അപ്പൊ ഇയാള് കേന്ദ്രത്തെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് കേട്ടല്ലോ, പാവപ്പെട്ടവനിക്കാണ് കൊടുക്കുന്നത്, പൈസക്കാരനിക്ക് കൊടുക്കുന്നില്ല എന്ന്. അതേത് പൂനാട്ടിലത്തെ പഠിപ്പാത് ജി. നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ടാക്സ് പിരിക്കണ്ട. നിങ്ങൾ കേരളത്തിനൊന്നും തരുന്നില്ലല്ലോ. കേരളത്തിൽ നിന്ന് ടാക്സ് പിരിക്കണ്ട. മണ്ടത്തരം പറയില്ല കേട്ടാ എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പറഞ്ഞ 100% വാക്കുകളും പൊട്ടത്തരമാണെന്നേ ഞാൻ പറയൂ. കാരണം നിങ്ങൾ ഈ ചിന്തിക്കാണ്ടാണ് അത് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ്. ആ ഒരു റെസ്പെക്ട് തരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ആ ഒരു റെസ്പെക്ട് പോലും തരാൻ തോന്നില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്. മലയാളികളെല്ലാവരും പൈസക്കാരാണ്, ബംഗാളികളൊക്കെ പൈസ ഇല്ലാത്തവരാണ്. അപ്പോൾ മലയാളിയുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് ബംഗാളികൾക്ക് കൊണ്ടേ കൊടുക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. അല്ലാതെ നിങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന BJP എന്ന് പറയുന്ന സംഘടനക്ക് കേരളത്തിലുള്ള ആളുകളുള്ള വിരോധമല്ല അല്ലേ? അയ്യേ ചാണകം. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്ക. ഇവര് കേന്ദ്രം ഭരിക്കുമ്പോ തന്നെ നമ്മളോട് ഇത്രയും വലിയ വിരോധവും വെറുപ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് കേരളം കൊടുത്തു കഴിഞ്ഞാല് വിദ്യാഭ്യാസം ഉണ്ടാവൂല, എല്ലാത്തിനും പിന്നോട്ടും പോകും. അതുകൊണ്ട് ചിന്തിച്ച് കളിച്ചോ. ഒരു നൊരകോപിയെ കയറ്റിവിട്ടിക്ക് തലാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കോമഡി തന്നെ. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫോളോ ചെയ്യാം.